ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തായിരുന്നു. അത് ലൈവായിട്ട് ഒരു 15 മിനിറ്റ്സിൽ ഒരു കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ എടുത്താണ്. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്സ് നടന്നു. അപ്പോൾ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ 15 മിനിറ്റ്സിൽ തന്നെ ഞാനൊരു എൻട്രി എടുത്തായിരുന്നു. അതായത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ആ വിക്സിൽ നിന്ന് ഒരു റിജക്ഷൻ വന്നപ്പോഴേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്സ് നടന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ തന്നെ ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നമുക്ക് എവിടെ ടാർഗറ്റ് വെക്കാം? നമുക്കറിയാം, അത് കഴിഞ്ഞുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്ന കാണാം. അവിടെ ഒരു ടാർഗറ്റ് വെക്കാം. ഇനി ഞാൻ അവിടെ ഒരു ബ്ലൂ കളറിലൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, അവിടെയും പോകാം. അപ്പോൾ ട്രേഡ് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പൊതുവേ. പക്ഷേ ഈ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. ചിലപ്പോൾ നമുക്ക് ട്രേഡ് മിസ്സാകാം. ഞാനപ്പോൾ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത് ഒരു 30 സെക്കൻഡ്സ് ടൈം ഫ്രെയിമിൽ തന്നെയായിരുന്നു ഞാൻ എൻ്റർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഒരു ട്രേഡ്. അപ്പോൾ ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാൻ ട്രെയിൽ ചെയ്തില്ല. നമുക്കറിയാം, ഓപ്ഷൻസിൽ നമുക്ക് അധികം ഫോറക്സ് പോലെ തന്നെ അല്ല, നമുക്ക് ടാർഗറ്റും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലിമിറ്റ് ഓർഡർ വെച്ചാലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സിറ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ മുഴുവൻ വീഡിയോ കാണുക. ഞാൻ വെച്ചിരിക്കുന്ന അതാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഇത് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ അച്ചീവ് ചെയ്തത് ഒരു 3:30 ആയപ്പോഴാണ് അച്ചീവ് ചെയ്തത്. അപ്പോൾ പൊതുവേ കുറച്ച് ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടി വന്നു. പിന്നെ ഓപ്ഷൻസിൻ്റെ ഇന്ന് എക്സ്പയറി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് എൻ്റെ അകത്ത് ട്രേഡ് എൻട്രി ചെയ്തത്. അപ്പോൾ നിങ്ങളേതായാലും മുഴുവൻ വീഡിയോ ഇത് വാച്ച് ചെയ്യുക. ഞാൻ ഈ ട്രേഡ് എടുത്തതാണ്, ഒരു ഡെമോ അല്ല, ഇത് ലൈവ് ട്രേഡ് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്.
അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ഫുള്ളി റെക്കോർഡ് ചെയ്തില്ല, കാരണം അതിൻ്റെ ഫയൽ ലെങ്ത് ഒരുപാട് വലുതായതുകൊണ്ട് ഞാൻ അധികം റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ വരച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അത് കഴിഞ്ഞും മേലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ട്രേഡ് ക്ലോസ് ചെയ്തിരുന്നു, ഏതായാലും ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിലോട്ട് തന്നെയാണ് അത് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിനിമം ലോസിൽ നമുക്കൊരു ട്രേഡ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അപ്പോൾ അധികം നമുക്ക് SL ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഏതായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.